പുല്ലാങ്കുഴലിൽ സംഗീതത്തിന്റെ ഒരു വിസ്മയ ലോകം തന്നെ തീർക്കുകയാണ് ഇന്ന് മേഘരാഗത്തിലൂടെ ശ്രീ രാജേഷ് ചേർത്തല. നമസ്തേ, വെൽക്കം. ഈ ഒരു ചേട്ടൻ ചെയ്ത ആ ഒരു വർക്കുകളുടെ എപ്പോഴും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു പീസ്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും ഒരു മാസ്റ്റർ പീസ് എടുത്തിടും എന്ന് പറയുമ്പോഴത്തേക്ക് വായിക്കുന്നുണ്ടോ? ഞാൻ വായിച്ചതാണോ അതെന്റെ മനസ്സിൽ വരുന്നതാണോ? ചേട്ടൻ വായിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയട്ടെ. ആ പിക്ചറുകളൊക്കെ വളരെ ഒരുപാട് കേട്ടിട്ടുള്ള. അതെ അതെ അതെ. പിന്നെ പിന്നെ ഏതാണ്? പിന്നെ ഇപ്പോ പെട്ടെന്ന് കൺഫ്യൂഷനായി. റീസെന്റ് ഇപ്പോ അതിനുശേഷം ഇപ്പോ അതിപ്പോ ഒരു സകരംഗമായി തന്നെ മാറിയിരിക്കുകയാണല്ലോ. പക്ഷെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് പലപ്പോഴും ഈ ഒരു പാട്ടിനെ കുറിച്ച് റിവ്യൂസ് എഴുതി കാണുമ്പോഴും താങ്കളുടെ പേര് കൂടി അതിൽ മെൻഷൻ ചെയ്ത് കാണുന്നു. സാധാരണ ഒരു സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർക്കസ്ട്രയെ പലപ്പോഴും ജനങ്ങളായാലും അതിന്റെ അണിയറ പ്രവർത്തകരായാലും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതായി തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എന്താ പറയുക, ഇപ്പോഴത്തെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളെയും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല, പഴയ ആൾക്കാരും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് രാജേഷ് ചേർത്തല എന്ന ജാസി ഗിഫ്റ്റാണ് ആ ലേബൽ എനിക്ക് തരുന്നത്. ഫ്ലൂട്ട് വായിക്കുന്ന കുറെ രാജേഷ്മാരുണ്ട്. അപ്പൊ രാജേഷ് ചേർത്തല എന്ന ലേബൽ ഫസ്റ്റ് റെയിൻ ആ സീഡിയിൽ ആണ് എന്റെ പേര് ആദ്യമായിട്ട് വരിക. അതിനുശേഷം എല്ലാവരും ബിജു ബാലേട്ടൻ, ഗോപിസുന്ദർ, ദീപക് ദേവേട്ടൻ, അങ്ങനെ എല്ലാവരും അവർ വയ്ക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ എന്റെ നല്ല സഹകരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പ്രോഗ്രാമേഴ്സിന്റെ. അതെ അതെ, അത് ആ ഒരു എപ്പോഴും നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുമെങ്കിലും ആരാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് പലപ്പോഴും മെൻഷൻ ചെയ്യാതെ പോകുന്നുണ്ട്. ഇതൊരു പുതിയൊരു മാറ്റമായി തന്നെ നമുക്കിത് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു ആലുവ പുഴയുടെ തീരത്ത് അത് ഈ റീസെന്റ് ഹിറ്റായി മാറിയിരിക്കുകയാണ്. രാജേഷ് ചേട്ടൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വായിക്കുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ഏറെ ചെയ്യുന്നത് സേഫ് പ്രോഗ്രാംസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മാസ്റ്റേഴ്സിനൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹരിഹരൻ സാറിനൊപ്പം ആണെങ്കിലും ശങ്കർ മഹാദേവൻ സാറിനൊപ്പം ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ്, ഹരിജിക്കൊപ്പം ഹരിജിയുടെ ഗസൽസിനൊക്കെ സ്ഥിരം കമ്പനി ചെയ്യുന്ന. സ്ഥിരം ഒന്നും പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞില്ലേ മുംബൈയില് അതിഗംഭീര ആർട്ടിസ്റ്റ് അടങ്ങുമ്പോഴേക്കും നമ്മളെപ്പോലുള്ള ഇങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അതെനിക്ക് എൻട്രി തന്നത് ഇവിടെ പ്രകാശ് ഉള്ളേരി ചേട്ടനാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിലൂടെ വായിക്കുന്നതാണ്. പ്രകാശനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം കുറെ പ്രോഗ്രാം ഇങ്ങനെ വായിക്കാൻ പറ്റി. അത് എന്താ പറയാ, ദൈവാനുഗ്രഹം മാത്രം, വേറെ ഒന്നും എനിക്ക് പറയാനുള്ളത്. ഈ ഗസൽസിനൊപ്പം വായിക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് ഓൾസോ ഡിഫറെന്റ്. ഈ ഒരു ഫ്യൂഷൻസ് പോലെ അല്ലല്ലോ. ഒരു നമ്മളെപ്പോഴും ആ ഒരു സിംഗറിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ നമ്മളുടെ ആ ഒരു കഴിവ് നമ്മളൊന്ന് ബാക്ക് ചെയ്യുക മാത്രമാണ്. ഈ ഒരു മാസ്റ്റേഴ്സിനൊപ്പം ഈ ഒരു ബാക്കിംഗ് നൽകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ, അതിനെ കുറിച്ച് എന്താ ഫീല്? അതായത് അവരുടെ ആ ഒരു ഫീൽ ഒട്ടും കളയാത്ത രീതിയിൽ നമ്മൾ ബാക്ക് ചെയ്യാൻ പറ്റണം. കാരണം അവരത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധനത്തെ നമ്മൾ കസർത്ത് കാണിച്ചിട്ട് നശിപ്പിക്കാൻ പാടില്ല. അവരുടെ ശ്രുതി പോകാൻ പാടില്ല, നമ്മൾ കാരണം അവരുടെ ശ്രുതി പോകരുത്, ഫീല് പോകരുത്. അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഗസൽ എന്ന് പറയുന്നത്.
നിങ്ങൾക്കെല്ലാവർക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പൊങ്കലിന്റെയും മകരസംക്രാന്തിയുടെയും ആശംസകൾ. ഒരു അത്ഭുതം തന്നെ ആയിരിക്കും പ്രേക്ഷകർക്കും ഇത് എന്താണ് നടക്കുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു ഫ്ലോട്ടിസ്റ്റ് സാധാരണ മറ്റൊരു ഇൻസ്ട്രുമെന്റ് വായിക്കും, മറ്റൊരു വിൻഡ് ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും? ആക്ച്വലി നമ്മളെ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഫ്ലൂട്ടിസ്റ്റ് ഫ്ലൂട്ട് മാത്രം വായിച്ചാൽ പോരാത്തൊരു കണ്ടീഷനാണ്. ഫ്ലൂട്ടിസ്റ്റ് തന്നെ സാക്സ് വായിക്കണം, ഡുഡുക്ക് വായിക്കണം, റെക്കോർഡർ വായിക്കണം, കീ ഫ്ലൂട്ട് വായിക്കണം. അങ്ങനെ അതായത് ഒരു റെക്കോർഡിങ്ങിനെ വിളിക്കുമ്പോഴേക്കും എന്തെല്ലാം കളക്ഷൻ ഉണ്ട് കയ്യിലെന്ന് ആദ്യം ചോദിക്കുക. പർപ്പസ് അതിന് ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ ചോദിക്കുന്നത് എന്തൊക്കെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അപ്പൊ ഈ ഒരു പെർഫോമൻസിന്റെ കൂടെ തന്നെ ഒരു റിസർച്ച് ഇതിന്റെ കൂടെ നടക്കുന്നുണ്ടല്ലേ, ഏതൊക്കെ വിൻഡ് ഇൻസ്ട്രുമെന്റ് എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധിക്കുമെന്നുള്ളത്. ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമോ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനെ? ഡെഫിനറ്റ്ലി ദിസ് ഇസ് സാക്സോഫോൺ. ഇത് വെസ്റ്റേൺ ഫ്ലൂട്ട് ആണിത്. ഇത് നമ്മൾ സാധാരണ അതുപോലെ ഹോളല്ല, ഇത് ഫുൾ കീ ആണിത്. ആ ബീച്ച് ഈ ഫ്ലൂട്ടിലാണ് വായിച്ചിരിക്കുന്നത്. പ്രത്യേക ഒരു ടോൺ ക്ലാരിറ്റി ആണ്. പിന്നെ ഹാഫ് നോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഒരു പാഴ്മുളം തണ്ട് എന്നുള്ളത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വന്നേക്കുവാണ്. ദിസ് ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ബാരോക്ക് എന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ബേസ് ബാരോക്ക്. ബേസ് റെക്കോർഡർ എന്നും പറയും. ഈ ഒരു സിനിമയുടെ ഒക്കെ ഒരു ഹോളിവുഡ് പടമൊക്കെ കണ്ടൊരു എഫക്റ്റ് ഉണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പൊങ്കലിന്റെയും മകരസംക്രാന്തിയുടെയും ആശംസകൾ. ഇപ്പൊ തന്നെ എനിക്കിവിടെ കിട്ടിയ ഒരു എനർജി നമ്മുടെ ആ ടീമിന്റെ നല്ലൊരു ബാക്കപ്പ്. ഡെഫിനറ്റ്ലി. മ്യൂസിക് മാത്രമാണ് നമുക്ക് ഇതെല്ലാം തന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു പണി അറിയില്ല. പൊതുവെ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ എന്റെ വൈഫ് അന്തിച്ചു പോകും. ചിത്രങ്ങൾക്ക് ഈ ഒരു സോങ്സിനല്ലാതെ ആറാറും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സിൽ അല്ലെങ്കിൽ ചേട്ടൻ വായിച്ച തന്നെ അല്ലാതെ പഴയ ഒരുപാട് നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് BGMs ഒക്കെ നമ്മളുടെ മനസ്സിൽ താങ്ങി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റൽ പീസ് കേട്ടിട്ട് ഇതെനിക്ക് വായിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്താ പറയാ, ഇപ്പൊ ലെജൻസ് വായിച്ചു വെച്ചിരിക്കുന്ന ബിറ്റുകളാണ്. ഇപ്പോ നെപ്പോളിയൻ സാറ്, നവീൻ സാറ്, കമലാകർ, അങ്ങനെ പല അവരൊക്കെ വായിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീൽഡിൽ ഒരിക്കലും എനിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു പക്കാ ഒരു പൂർണ്ണതയിലേക്ക് വായിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിപ്പോ ഓരോ ബീജ് വായിക്കുമ്പോഴും നമുക്ക് അതിൻ്റെയായിട്ടുള്ളൊരു കുറ്റബോധമുണ്ട്. കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം അത് അവരുടെ ഒരു എന്താ പറയാ, ഒരു ബിറ്റ് മാത്രമല്ല, അവരുടെ ഉള്ളിൽ എന്താ പറയാ, എന്തൊക്കെയോ അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ചില ബിറ്റുകൾ വായിച്ച് കേൾപ്പിക്കാം.